നിങ്ങൾ ഇതുവരെ കേട്ടതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു ലവ് സ്റ്റോറി. ഈ കഥ ആരംഭിക്കുന്നത് 1930 ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടായിരുന്ന എലീന എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് 21ാമത്തെ വയസ്സിൽ ട്യൂബർകുലോസിസ്, അതായത് ക്ഷയരോഗം വരികയും അതേ തുടർന്ന് എലീനയെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതേ ഹോസ്പിറ്റലിൽ റേഡിയോളജി ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന കാൾ ടാൻസൺ എന്ന് പറയുന്ന ഈ വ്യക്തി താൻ സ്വപ്നത്തിൽ കാണുന്ന കുട്ടി എലീനയാണ് എന്ന് വിശ്വസിക്കുകയും അത് മെല്ലെ മെല്ലെ പ്രേമമായി മാറുകയും ചെയ്തു. വൈകാതെ തന്നെ പ്രേമം ഒരു ഒബ്സഷനായി മാറുകയും എലീനയ്ക്ക് രോഗം ഭേദമാകാൻ വേണ്ടി സ്വന്തമായി ഉപകരണങ്ങളും മരുന്നുകളും കണ്ടുപിടിച്ച് നൽകാൻ തുടങ്ങി. ആ പ്രേമം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിധി മറ്റൊന്നായിരുന്നു. 1931 എലീന മരണപ്പെടുകയും എലീനയുടെ ഈ മരണം കാളിന് ഉൾക്കൊള്ളാനാവാതെ വരികയും ചെയ്തു. അവളുടെ മരണശേഷം കാൾ എലീനയ്ക്കു വേണ്ടി വലിയൊരു ശവകുടീരം തന്നെ നിർമ്മിക്കുകയും എല്ലാ ദിവസവും രാത്രി അവിടെ പോയി സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ 1933 എലീനയുടെ മൃതദേഹം ആ ശവകുടീരത്തിൽ നിന്ന് പുറത്തെടുക്കുകയും അത് തന്റെ വീട്ടിലേക്ക് ആരും അറിയാതെ മാറ്റുകയുമായിരുന്നു കാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം 7 വർഷം ആ മൃതദേഹം അഴുകാതിരിക്കാൻ വേണ്ടി കാൾ ചെയ്ത കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളായിരുന്നു. ശരീരം ഒരു ഭാഗത്ത് നിൽക്കാൻ വേണ്ടി ഇരുമ്പ് കമ്പികൾ ഉപയോഗിക്കുകയും അവളുടെ അഴുകിപ്പോയ ചർമ്മങ്ങൾക്ക് പകരം സിൽക്ക് തുണി ഒട്ടിച്ചു വെച്ച് പുതിയ രൂപം നൽകുകയും അവളുടെ അഴുകിപ്പോയ മുടി വെട്ടിയെടുത്ത് പുതിയ വിഗ് വെച്ചു കൊടുക്കുകയും അവൾ ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഏകദേശം 7 വർഷത്തേക്കാണ് കാൾ ആ ശരീരത്തിന്റെ കൂടെ ജീവിച്ചത്. 1940 കുറച്ചു പേര് സംശയത്തോടെ കാളിന്റെ വീട് പരിശോധിക്കുകയും അതിനുശേഷമാണ് എല്ലാ കാര്യങ്ങളും പുറത്ത് അറിയുകയും ചെയ്തത്. അതിനുശേഷം കാളിനെ അറസ്റ്റ് ചെയ്യുകയും എലീനയുടെ ശരീരം വീണ്ടും അടക്കം ചെയ്യുകയുമാണ് ചെയ്തത്. കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം പുറത്തു വരികയും കുറച്ചു മാസങ്ങൾ അദ്ദേഹം ജീവിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടുപിടിക്കുമ്പോൾ എലീനയുടെ അതേ രൂപത്തിലുള്ള ഒരു പാവയുടെ അടുത്തായിരുന്നു അദ്ദേഹം മരിച്ച നിലയിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ട ശേഷം ഇത് പ്രേമമാണോ അതോ ഒബ്സഷൻ ആണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക.